കേരള നദ്വത്തുൽ മുജാഹിദീൻ വാഴക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന KNM ആദർശ വിശദീകരണവും KNMൻ്റെ ആദർശ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള നയവിശദീകരണവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ പ്രത്യേകമായ ഒരു പശ്ചാത്തലമോ പ്രത്യേകമായതായിരിക്കുന്ന ഒരു കാരണമോ ഒന്നും ഇല്ല എന്നുള്ളത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശവും അതിൻ്റെ ലക്ഷ്യവുമൊക്കെ എന്നെക്കാളും മനസ്സിലാക്കിയവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആളുകളും എന്നതുകൊണ്ട് ആദർശ ലക്ഷ്യത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. 8ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണമെന്നോണം ഇവിടെ KNM ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മിൽ നിന്ന് ആദർശ വ്യതിയാനം സംഭവിച്ച് പിരിഞ്ഞുപോയവരായ 2 വിഭാഗവും ചില പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ എല്ലാം തന്നെ അകവും പുറവുമായിക്കൊണ്ട് കാന്തപുരം വിഭാഗത്തിൻ്റെ ഉഗ്രവാദി സുന്നികളുടെ 1-2 പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. KNMൻ്റെ സമ്മേളന പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലി ഷാക്കിർ സുല്ലമി ഇവിടെ നിന്ന് പ്രസംഗിച്ചു. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്നുള്ള കാര്യത്തെ സവിസ്തരം പ്രവിശാലമായ രീതിയിൽ തന്നെ സംസാരിച്ചു. എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോടിയായി നടന്നിട്ടുണ്ട്. എന്നാൽ കാന്തപുരം സുന്നികളുടെ ഒരു പരിപാടി ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നു. അതിലവർ പറഞ്ഞത് നിങ്ങൾ 8ആയി 10ആയി എന്നൊക്കെയാണ്. തന്നെയുമല്ല, അവരെ പോസ്റ്ററിൽ അവർ പ്രതിപാദിച്ചത് ജിന്നൂരി, മടവൂരി, വഹാബി എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ നമ്മൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്ന് അവർ സമ്മതിച്ചു എന്നുള്ളത് ആ പോസ്റ്ററിൽ തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണുള്ള പുതിയ പേരുകളൊക്കെ എഴുതിയ അന്ന് പോലും വഹാബി എന്നാ പറയിൽ ഇന്നും വഹാബി തന്നെ പറഞ്ഞത്. ആ പേരിൽ മാറ്റം വന്നില്ല. നിങ്ങൾക്ക് മാറ്റമൊന്നും വന്നില്ല. മാറ്റം വന്ന 2 കൂട്ടരെ പേര് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ്. അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായ കാര്യം ഓല് പോസ്റ്ററിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൻ്റെ പ്രബോധനം ഈ വാഴക്കാടിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ അതിശക്തമായതായിരിക്കുന്ന മുന്നേറ്റങ്ങളും ഞങ്ങൾക്ക് സ്ഥാപനങ്ങളും അതേ പ്രകാരമുള്ള സംഘടനയുടെ ചലനങ്ങളുമൊക്കെ ദിനം പ്രതി ഉന്നതമായ ഉഷാറായ രീതിയിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും തമ്മിൽ വാഴക്കാട് നടന്ന ഗണന പ്രസംഗം. ആ ഗണന പ്രസംഗത്തിൻ്റെ പരിണിതി എന്നോണമാണ് ഓല് പറഞ്ഞ എന്താ നിങ്ങൾ ഒന്നും സംഭവിച്ചില്ല, ഒക്കെ തച്ചി പിരിഞ്ഞൊക്കെയാണെന്നാ. വാഴക്കാട്ട് കാന്തപുരം സുന്നികൾക്ക് ഒരു ജുമുഅ തുടങ്ങാൻ പോലും കഴിഞ്ഞില്ല. മുജാഹിദുകൾക്കോ എണ്ണിക്കോ. കാന്തപുരക്കാരൻ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, വാഴക്കാട് ഗണനം നടന്നതിൻ്റെ ശേഷം മുജാഹിദുകൾക്ക് വന്ന പള്ളിയുടെ എണ്ണം വേണമെങ്കിൽ നിനക്ക് എണ്ണാം. എടവണ്ണപ്പാറ സലഫി മസ്ജിദ്, മപ്പുറം സലഫി മസ്ജിദ്, വെട്ടുപാറ സലഫി മസ്ജിദ്, പറപ്പൂർ സലഫി മസ്ജിദ്, കോരപ്പാടം സലഫി മസ്ജിദ്, അതിൻ്റെ അപ്പുറത്ത് ഒരു നിസ്കാരപ്പള്ളി. ഈ വാഴക്കാട് തന്നെ ഞാൻ ഈ പ്രസംഗിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇതിനോട് കിടക്കുന്നത് നമ്മളെ മതിലാണ്. 22 സെന്റ് സ്ഥലം ഈ ഹൈവേയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പേരിൽ വാങ്ങി രജിസ്റ്റർ ചെയ്ത് ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം വാഴക്കാട് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ജുമുഅ തുടങ്ങാൻ വാഴക്കാട്ട് അങ്ങാടി കഴിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങളവിടെ പ്രസംഗിച്ചത് കൊണ്ട് സഖാഫിൻ്റെ അന്നത്തെ ബയല് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനമൊക്കെ പിളർന്നു എന്ന് പറഞ്ഞ് ഈ പള്ളികളൊക്കെ
അന്നത്തെ ഗണന പ്രസംഗത്തിന് ശേഷം നിലവിൽ വന്നതാ. അത് ആദർശം മനസ്സിലാക്കി ആ ആദർശ പ്രബോധന പ്രചാരണ പരിപാടിയിലെ വക്താക്കളും പ്രയോക്താക്കളുമായി വന്നവരും അതിൻ്റെ പിന്നിലുള്ള ആളുകളും ആ ഗണന പ്രസംഗം നടക്കുമ്പോൾ ഞാൻ വരെ അപ്പുറത്താ. അന്ന് നമ്മളെ തലയിൽ മൗലൂദ് ഏടാ. അതിന് ശേഷം നമ്മൾ വരെ എത്തിക്ക് വന്ന്. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് കണ്ണുള്ളവരോട് ചോദിച്ചാൽ അറിയാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നിങ്ങളെ എതിർകക്ഷി ഉണ്ടല്ലോ, ഓലെ കേസറ്റിലേക്ക് പറയുന്നുണ്ട് വായക്കാടുണ്ടായത് ഞങ്ങൾ പറഞ്ഞുതരാം എന്താ ഉണ്ടായത് എന്ന് ഓല് പറഞ്ഞ കേസറ്റിലും കാണാവുന്നതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് തന്നെയുമല്ല, അതിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളമ്പിയാണ് പോവുക. അതിനൊരു മറുപടി അർഹിക്കാത്തത് കൊണ്ട് ആ വിഷയം ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ കൂടുതൽ അത് സംബന്ധമായി പരാമർശിക്കുന്നില്ല. കാരണം അതിന് മറുപടി അർഹിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. തന്നെയുമല്ല, പുതിയ വഹിയോ കാര്യമോ സലഫി പറയാറുള്ളത് പോലെ പുതിയ വല്ല വഹിയോ കാര്യമോ വന്നിട്ടുണ്ടെങ്കിൽ തരക്കടില്ല എന്ന് പറഞ്ഞ മാതിരി പുതിയൊന്നുമില്ല. അപ്പം ഏതങ്ങനെ പൊളിച്ച പാട്ടിങ്ങനെ അങ്ങനെ പാടിപ്പോവുകയാണ്, അത്രമാത്രമേ ഉള്ളൂ.